ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അറബി മലയാളം ക്ലാസ്. എവിടെ എത്തി ഇപ്പോൾ നമ്മൾ പഠിച്ച് സ്വരാക്ഷരങ്ങൾ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായില്ലേ. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടിയേ നോക്കാനുള്ളൂ. നോക്കാം. അലിഫിന് മുകളിൽ ഫതഹ് വരച്ച് വാവ് കൊടുത്ത് വാവിന് സുക്കൂന് കൊടുത്തു. എന്തായി? ഔ. ഔ. നമ്മൾ ഈ ചിഹ്നമാണല്ലേ ഔ ചിഹ്നം. ഈ ഔ ചിഹ്നത്തിന് നമ്മൾ ഉപയോഗിക്കൽ ഏതാണ്? വാവിന് മുകളിൽ സുക്കൂന്. ഔ. ഔഷധം, സൗരയൂഥം, കൗരവർ എന്നൊക്കെ നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ മറ്റുള്ള അക്ഷരത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? സുക്കൂനുള്ളൊരു വാവ് കൊടുത്താൽ എന്തായി? ഔ ചിഹ്നം അല്ലേ. ഔ. അപ്പോൾ അക്ഷരം നമുക്ക് നോക്കാം. എന്താണ്? സൗ. നമ്മൾ സാക്ക് ഔ ചിഹ്നം കൊടുത്ത് എഴുതിയത് സൗ. ഇവിടെ ഫതഹാണ് കേട്ടോ. സൗ. പിന്നെയോ കാഫിന് നമ്മൾ കൊടുത്താൽ കൗ, മൗ, പൗ എന്നൊക്കെ നമ്മൾ ഔ ചിഹ്നം, ഇതാണ് എന്ത്? ഔ ചിഹ്നം ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഔ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഔഷധം അല്ലേ. പിന്നെ നമ്മൾ സ്കൂളൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഔ എന്ന അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ. അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഔ വെച്ചിട്ടുള്ള അക്ഷരങ്ങളൊന്ന് എഴുതി നോക്കുക കേട്ടോ. പിന്നെ ഏതാണ് ഔ കഴിഞ്ഞിട്ട്? അം. അം. ഫത്തഹുള്ളൊരു അലിഫും സുക്കൂനുള്ളൊരു മീമും. അം. നമ്മൾ ലാസ്റ്റിലൊക്കെ പപ്പടം, പിന്നെയോ കലം, അങ്ങനെ അം വെച്ചിട്ടല്ലേ ഓരോ അക്ഷരത്തിൻ്റെ ലാസ്റ്റിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞ പൂജ്യം കൊടുത്ത് എഴുതും അല്ലേ. അംബുജം, മാനം, മേളം, പിന്നെ അങ്ങനെ അം വെച്ചിട്ടൊക്കെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഈ ഒരു അക്ഷരത്തിൻ്റെ കൂടെ ഈ ഒരു കുഞ്ഞ ചിഹ്നം അം ചിഹ്നം വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അറബി മലയാളത്തിൽ മീമിന് മുകളിൽ സുക്കൂന് കൊടുക്കുക അല്ലേ. സം. പിന്നെയോ കം. മം. ലം. കണ്ടോ? അപ്പോൾ എന്തായി? അം ചിഹ്നം നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ സ്വരാക്ഷരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഫസ്റ്റ് മുതൽ എഴുതി നോക്കാം. ഓക്കെ, കൂടെ വായിച്ച് വരണം കേട്ടോ. ഏതായിരുന്നു ഫസ്റ്റ്? ആ, ആ, ഈ, ഈ, ഉ, ഊ, ഇർ.
എ എ ഐ ഓ ഓ ഔ അം. ഇനി നമുക്കില്ലേ ഒരക്ഷരം നമ്മൾ എഴുതി നോക്കാം, ചിഹ്നങ്ങൾ വെച്ചിട്ട് നോക്കാം. ബ ബാ ബി ബി ബു ബൂ ബർ ബെ ബേ ബൈ ബോ ബോ ബൗ ബം. ബാ വെച്ചിട്ട് നമ്മൾ എഴുതി നോക്കില്ലേ. ഇനി നമ്മുടെ മറ്റുള്ള അക്ഷരങ്ങളുണ്ടല്ലോ, നമ്മൾ അറബിയിൽ പഠിച്ച അക്ഷരങ്ങളുണ്ടല്ലോ, ത സ ജ ഹ ഹ, ആ അക്ഷരങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം. ഇത് പഠിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തു, അറബി മലയാളം നമുക്ക് പഠിഞ്ഞു. പിന്നെ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടും കൂടെ ഇതുപോലെ പഠിച്ചാൽ ക്ലിയറായി, നമുക്ക് ഉഷാറായിട്ട് നമുക്ക് അറബി മലയാളം മനസ്സിലായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ കൂടെ പഠിക്കാനുണ്ട് അല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ അക്ഷരങ്ങളൊക്കെ എന്ത് ചെയ്യുക, എഴുതാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.